നമ്മുടെ ജില്ലയിലായിട്ടും ഇതുവരെ പോകാത്ത ഒരു പരിപാടിയായിരുന്നു ഈ ഓമല്ലൂർ വയൽവാണിഭം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ ഞങ്ങൾ അവിടെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പം വയൽവാണിഭം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൺസെപ്റ്റ്, ചേന, ചേമ്പ്, കാച്ചിൽ അങ്ങനെയൊക്കെയുള്ള വിളകളൊക്കെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയും അതിൻ്റെ വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ സ്ഥിരം ഒരു ഉത്സവത്തിനോ പെരുന്നാളിനോ ഒക്കെ പോകുമ്പം കാണുന്ന ആ ഒരു കാഴ്ചകളൊക്കെ അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പത്രത്തിലും ടി വിയിലും ഒക്കെ ഇതിൻ്റെ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്, ഓമല്ലൂർ വയൽ വാണിഭത്തിൻ്റെ. അങ്ങനെ ഞങ്ങൾ കളിപ്പാട്ട കടയിൽ നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും മാറി 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 ഓരോന്ന് നോക്കുവാണ്, ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. രണ്ടുപേരും എന്നെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. അപ്പോൾ ആദ്യത്തെ ആ ഒരു വലിയൊക്കെ മിസ്സായി കേട്ടോ. അപ്പോൾ ചെറിയ ആൾ തണ്ട നമ്മൾ കണ്ട പാവക്കുട്ടിയാണ് ചോദിക്കുന്നത്. വലിയ ആൾ എന്തോ തോക്കോ കാര്യങ്ങളോ ഒക്കെ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ വലിച്ച് അവസാനം രണ്ടുപേരും കൂടെ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുവാണ്. പിന്നെ ദേ നമ്മളീ കാണുന്ന കപ്പ്, ചെറിയ ചെറിയ ഭരണികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുന്നത്, ഈ കാർഷിക വിളകളുടെ ആ ഒരു വിൽപ്പനയാണ് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാട്ടിൻപുറത്തെ കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വിളവുകളൊക്കെ കൊണ്ടുവന്ന് വിറ്റഴിക്കാനായിട്ടുള്ള ഒരു വേദിയാണ് നമ്മുടെ ഈ ഓമല്ലൂർ വയൽവാണിഭം എന്ന് പറയുന്നത്. അതേപോലെ ഇതിന് ചെറിയൊരു ചരിത്രം കൂടിയുണ്ട്. അതായത് കൊല്ലം ജില്ലയിലെ വെളിയനല്ലൂർ പഞ്ചായത്തിൽ നിന്ന് ഒരു കാള വിരണ്ടോടി. അങ്ങനെ വിരണ്ടോടിയ കാള ഓടി വന്ന് നിന്നത് നമ്മുടെ ഈ ഒരു ഓമല്ലൂർ പഞ്ചായത്തിലാണ്. നിന്നതല്ല, നിർത്തിയതാണ്. അതായത് ഓമല്ലൂർ നമ്മുടെ ഈ ഒരു വയൽവാണിഭം നടക്കുന്ന സ്ഥലത്ത് ഒരു കർഷകനെ ഈ കാളയെ പിടിച്ച് കെട്ടി ഒരു പാലമരത്തിൽ കെട്ടിയിട്ടു. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു വയൽവാണിഭം നടത്തുന്നത്. അപ്പം മെയിനായിട്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർഷകർ അവരുടെ കാർഷിക വിളകളൊക്കെ കൊണ്ടുവന്ന് വിറ്റഴിക്കുകയാണ്. അതേപോലെ നമ്മുടെ മഴു, തൂമ്പ, കൂന്താലി, കോടാലി തുടങ്ങിയ ആയുധങ്ങളും കൂടെ തന്നെ നമ്മുടെ മുറം, കുട്ട, വട്ടി, ചട്ടി, കലം, കുടം എന്നിങ്ങനെയുള്ള വീട്ടുപകരണങ്ങളും എല്ലാം കൂടി കിട്ടുന്ന ഒരിടമാണ് നമ്മുടെ ഈ ഓമല്ലൂർ വയൽവാണിഭം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ പുതുതലമുറയ്ക്ക് ആസ്വദിക്കാൻ പരുവത്തിനുള്ള കാര്യങ്ങളും ഇപ്പോൾ വിറ്റഴിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള എന്താണ്, ദണ്ട് ഈ ചെടികളൊക്കെ തന്നെ. ഈ ബൊഗൈൻവില്ല കാണുമ്പോഴേ അറിയാം ഇപ്പം ബൊഗൈൻവില്ലയുടെ കാലമാണ്. ഇപ്പം എല്ലാവരും ഇപ്പം വാങ്ങിച്ചു കൊണ്ടുവന്ന ഒന്നാണ് ഈ ബൊഗൈൻവില്ല എന്ന് പറയുന്നത്. പല കളറിലും അതേപോലെ തന്നെ പൂക്കൾ നിറഞ്ഞു തുളുമ്പിയൊക്കെ നിൽക്കുന്ന ബൊഗൈൻവില്ല കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ്. അതേപോലെ തന്നെ പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന കുറേയധികം കാര്യങ്ങൾ, അതേപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നവ, അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത അറിഞ്ഞ്, അതായത് വിപണന സാധ്യത അറിഞ്ഞ് മറ്റ് ജില്ലകളിൽ നിന്നും അതേപോലെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വിറ്റഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓമല്ലൂർ പഞ്ചായത്താണ് ഇതിൻ്റെ മുഖ്യ നടത്തിപ്പുകാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാളച്ചന്തയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ, ഹരിതകർമ്മസേന ഇവരുടേതായിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളും ഒക്കെ നമുക്കവിടെ കാണാം. പൂക്കൾ വാങ്ങിക്കേണ്ടവർക്ക് എല്ലാ തരത്തിലുള്ള പൂക്കളല്ല, ചെടികൾ വാങ്ങിക്കേണ്ടവർക്ക് എല്ലാ തരത്തിലുള്ള ചെടികളും അതേപോലെ തന്നെ പച്ചക്കറി വിത്തുകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു വാണിഭം നടക്കുന്നത് ഓമല്ലൂർ ചന്തയിലാണ്. ചന്തയുടെ ഉള്ളിലുള്ള ആ ഒരു സ്ഥലപരിമിതിക്ക് ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു സംഭവമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു, കുറച്ച് ബജിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 2-3 റോസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്